മനസാക്ഷിയെ ഞെട്ടിച്ച ഷാരൻ വധക്കേസിൽ കാമുകിയായ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു പ്രതിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് വധശിക്ഷ. കേരളം കാത്തിരുന്ന വിധി എന്ന് തന്നെ വേണം ഇതിനെ വിളിക്കാൻ. കാരണം ഷാരണിന്റെ കുടുംബത്തെ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു വിധിയായിരുന്നു ഗ്രീഷ്മയ്ക്ക് ലഭിച്ച ഈ തൂക്കുകയർ. എന്നാൽ വധശിക്ഷയുടെ ധാർമ്മികത കാലങ്ങളായി ചർച്ചാ വിഷയമാണ്. വധശിക്ഷ മനുഷ്യത്വരഹിതമായ ഒന്നാണെന്ന് ചൂണ്ടിക്കാട്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രിമിനോളജിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ഇത് നിർത്തലാക്കണമെന്ന് ദീർഘകാലമായി ആവശ്യപ്പെടുന്നു. ഇന്ത്യയിൽ വധശിക്ഷയുടെ പശ്ചാത്തലം എന്താണ്? നിയമവശങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര പ്രവണതകൾ എന്തൊക്കെയാണ്? വധശിക്ഷയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിരത്തുന്ന വാദമുഖങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു ദി ഒപ്പീനിയൻ. ബി ഇൻഫോംഡ് ബിഫോർ യു ഡിബേറ്റ്. ആദ്യമായി ഇന്ത്യയിലെ വധശിക്ഷയുടെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. വധശിക്ഷ എന്ന ആശയം പുരാതന കാലം മുതൽ ഇന്ത്യയിൽ നിലവിലുണ്ട്. മനുസ്മൃതി പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശവുമുണ്ട്. മധ്യകാലഘട്ടം അഥവാ മിഡീവൽ പീരീഡിൽ എത്തിയപ്പോഴും ശിരച്ഛേദം, തൂക്കിക്കൊല്ലൽ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള വധശിക്ഷകൾ നിലവിലുണ്ടായിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തിനു ശേഷം കൊളോണിയൽ ഭരണകൂടവും വധശിക്ഷ നടപ്പാക്കുന്നത് തുടർന്നു. 1860 ലോർഡ് മക്കാളെ തയ്യാറാക്കിയ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കൊലപാതകം, ഭരണകൂടത്തിനെതിരായ പ്രവൃത്തികൾ തുടങ്ങിയ കുറ്റങ്ങൾക്ക് വധശിക്ഷ ഉൾപ്പെടുത്തി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട ശേഷം 1950 അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടനയും വധശിക്ഷ നിയമവിധേയമാക്കുകയാണുണ്ടായത്. 1980 ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിന്റെ വിധിയിൽ അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമേ വധശിക്ഷ വിധിക്കാൻ പാടുള്ളൂ എന്ന സിദ്ധാന്തം സുപ്രീം കോടതി അവതരിപ്പിച്ചു. 2023 നടപ്പിലാക്കിയ ഭാരതീയ ന്യായ സംഹിതയും ഗുരുതരവും നികൃഷ്ടവുമായ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നിലനിർത്തുന്നുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇന്ത്യയിൽ വധശിക്ഷകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. എന്നാൽ 2023 വിചാരണ കോടതികൾ രാജ്യവ്യാപകമായി 120 വധശിക്ഷകൾ വിധിച്ചു. ഇതോടെ 2023 അവസാനിക്കുമ്പോഴേക്കും വധശിക്ഷ വിധിക്കപ്പെട്ട തടവുകാരുടെ എണ്ണം 561ആയി. ഇത് 2 ദശകങ്ങളിലെ ഏറ്റവും ഉയർന്ന സംഖ്യയായിരുന്നു. എന്നാൽ മേൽക്കോടതികളിൽ വന്ന വധശിക്ഷാ കേസുകളിലുള്ള അപ്പീലുകളിൽ 50% തള്ളിപ്പോകുകയാണുണ്ടായത്. ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ 6 വർഷത്തിനിടെ 7 കേസുകളിൽ മാത്രമാണ് സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ചത്. ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികൾ ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ്, 119 പേർ. ജാർഖണ്ഡ്, ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പുറകെ തന്നെയുണ്ട്. 2023 വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചവരിൽ പകുതിയിലധികവും ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന കൊലപാതക കേസുകളിലെ പ്രതികളാണ്. ഇനി വധശിക്ഷയുടെ നിയമവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭാരതീയ ന്യായ വ്യവസ്ഥ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് 2002, കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള പോക്സോ ആക്ട് തുടങ്ങിയ നിയമങ്ങൾക്ക് കീഴിലാണ് ഇന്ത്യയിൽ വധശിക്ഷ നൽകുന്നത്. കൊലപാതകം, തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, ഹീനമായ ബലാത്സംഗ കേസുകൾ എന്നിവയാണ് സാധാരണയായി വധശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾ. ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കുന്നത് കീഴ്ക്കോടതികളിലെ വിചാരണ, മേൽക്കോടതികളിലെ അപ്പീൽ, ചില കേസുകളിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ റിവ്യൂ എന്നിവ ഉൾപ്പെടുന്ന ഒരു ജുഡീഷ്യൽ പ്രക്രിയയെ തുടർന്നാണ്. അതായത് വധശിക്ഷ വിധിക്കുന്നത് വിചാരണ കോടതിയാണ്. എന്നാൽ മേൽക്കോടതി ഇത് ശരിവെക്കേണ്ടതുണ്ട്. പ്രതിക്ക് ഇതിനെതിരെ മേൽക്കോടതികളിൽ അപ്പീൽ പോകാവുന്നതാണ്. മേൽക്കോടതികളും ശിക്ഷ ശരിവെച്ചെങ്കിൽ മാത്രമേ ആത്യന്തികമായി പ്രതിക്ക് വധശിക്ഷ ലഭിക്കുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം എല്ലാ വ്യക്തികൾക്കും ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു. നിയമപ്രകാരമല്ലാതെ ആരുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കരുതെന്ന് അതിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസുകളിൽ മാത്രം അതിസൂക്ഷ്മമായ നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും ശേഷമാണ് കോടതി വധശിക്ഷ വിധിക്കുന്നത്.
വധശിക്ഷയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര പ്രവണതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2023 കണക്കനുസരിച്ച് 120-ലധികം രാജ്യങ്ങൾ നിയമം വഴിയോ പ്രയോഗത്തിലോ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട്. ജീവിക്കാനുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശം ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശങ്ങളെയാണ് വധശിക്ഷ ഇല്ലാതാക്കുന്നതെന്ന് ഈ രാജ്യങ്ങൾ കരുതുന്നു. ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ചൈന, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് ഇന്നും വധശിക്ഷ നിലവിലുള്ളത്. ഹീനമായ കുറ്റകൃത്യങ്ങളെ തടയാനും നീതി നടപ്പാക്കാനും വധശിക്ഷ അനിവാര്യമാണെന്നതാണ് പ്രസ്തുത രാജ്യങ്ങളുടെ നയം. വധശിക്ഷയെ അനുകൂലിക്കുന്നവർ നിരവധി വാദമുഖങ്ങൾ നിരത്തുന്നുണ്ട്. ഓരോ കുറ്റവാളിക്കും അവർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ചാവണം ശിക്ഷ ലഭിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ കൊലയാളിയായ പ്രതി വധശിക്ഷ തന്നെയാണ് അർഹിക്കുന്നത്. കുറ്റവാളിയായ കൊലപാതകികളെ വധിക്കുന്നതിലൂടെ ഹീനകൃത്യങ്ങൾക്കെതിരെ ശക്തമായൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നു. വധശിക്ഷ ലഭിക്കുമെന്ന ഭയം കൊലപാതകത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുമെന്നും കരുതുന്നു. പ്രതിക്ക് ലഭിക്കുന്ന മരണശിക്ഷയിലൂടെ ഇരകളുടെ കുടുംബാംഗങ്ങൾക്ക് നീതി ലഭിച്ചു എന്ന ആശ്വാസം ഒരു പരിധിവരെ ലഭിക്കുന്നു. കാരണം നൽകാവുന്നതിന്റെ പരമാവധി ശിക്ഷയാണല്ലോ അവർ കുറ്റവാളിക്ക് വാങ്ങി നൽകിയത്. ഏറ്റവും ഗുരുതരവും നികൃഷ്ടവുമായ കുറ്റകൃത്യങ്ങൾക്ക് വേഗത്തിലുള്ളതും അന്തിമവുമായ നീതി ഉറപ്പാക്കുന്നതാണ് വധശിക്ഷയെന്ന് ഇതിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. ശിക്ഷിക്കപ്പെട്ട വ്യക്തികളെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഇത് തടയുന്നു. മാത്രമല്ല, ഹീനവും നികൃഷ്ടവുമായ കുറ്റകൃത്യങ്ങളിൽ പ്രതിക്ക് വധശിക്ഷ ലഭിക്കുന്നത് പൊതുജന വികാരങ്ങളെയും സാമൂഹ്യ മൂല്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും വാദമുണ്ട്. ഇനി വധശിക്ഷ നിർത്തലാക്കണം എന്ന് പറയുന്നവരുടെ മറുവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഹീനമായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ വധശിക്ഷയുടെ ഫലപ്രാപ്തിയെ പിന്തുണയ്ക്കുന്നതിന് മതിയായ തെളിവുകളില്ല. ഉദാഹരണമായി 2013 മുതൽ ബലാത്സംഗ കേസുകളിൽ IPC സെക്ഷൻ 376A അനുസരിച്ച് വധശിക്ഷ വിധിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ട് ബലാത്സംഗങ്ങൾ ഇല്ലാതായിട്ടില്ല. മറിച്ച് ദിനംപ്രതി ഇത്തരം പ്രവൃത്തികളുടെ ക്രൂരത പല മടങ്ങ് വർദ്ധിക്കുകയാണുണ്ടായത്. മറ്റൊന്ന്, നീതിന്യായ വ്യവസ്ഥയിലെ പിഴവുകളോ പരിമിതികളോ കാരണം നിരപരാധികളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാം. ചില കുറ്റകൃത്യങ്ങൾ വൈകാരികമായ അവസ്ഥയിൽ സംഭവിക്കുന്നതാണ്. അതിന്റെ സാധ്യമായ അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനഃപൂർവ്വം ചെയ്യുന്നതാവണമെന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 21ാമത്തെ ആർട്ടിക്കിളും അന്താരാഷ്ട്ര മനുഷ്യാവകാശ കൺവെൻഷനുകളും ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ലൈഫ് എന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണ് വധശിക്ഷയെന്ന് വിമർശകർ കരുതുന്നു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ജീവപര്യന്തം തടവിനേക്കാൾ ഫലപ്രദമല്ല വധശിക്ഷ എന്ന് പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വധശിക്ഷ നിലവിലുള്ള രാജ്യങ്ങളിൽ അത് ഇല്ലാത്ത രാജ്യങ്ങളെക്കാൾ ഒട്ടും കുറവല്ല കുറ്റകൃത്യങ്ങളുടെ നിരക്ക്. പരോളില്ലാത്ത ജീവപര്യന്തം തടവ് വധശിക്ഷയ്ക്ക് കൂടുതൽ ഫലപ്രദവും മാനുഷികവുമായ ഒരു ബദലായി കണക്കാക്കപ്പെടുന്നു. താഴ്ന്ന ജാതിക്കാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ തുടങ്ങി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കെതിരെ പക്ഷപാതപരമായാണ് ഇന്ത്യയിലെ വധശിക്ഷ എന്ന് പൊതുവെ വിമർശനമുണ്ട്. കാരണം അവർക്ക് വിദ്യാഭ്യാസവും നിയമജ്ഞാനവും കുറവായിരിക്കും. മികച്ച നിയമസഹായം ലഭ്യമാക്കാനുള്ള സാഹചര്യവും ഉണ്ടാവില്ല. ഇതെല്ലാം പലപ്പോഴും ജുഡീഷ്യൽ പ്രക്രിയയിൽ പിഴവുകൾ ഉണ്ടാകാനും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാനും കാരണമാവുന്നു. 2012 ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി ബലാത്സംഗ കേസുകളിൽ വധശിക്ഷ നടപ്പാക്കുന്നതിനെതിരെ ശുപാർശ ചെയ്തു. ഇത് ഫലപ്രദമായ ഒരു പ്രതിരോധമല്ലെന്നായിരുന്നു കമ്മിറ്റിയുടെ കണ്ടെത്തൽ. 2015 ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ 262ാമത്തെ റിപ്പോർട്ടിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ കുറ്റകൃത്യങ്ങൾക്കും വധശിക്ഷ നിർത്തലാക്കാൻ നിർദ്ദേശം വെച്ചു. അപര്യാപ്തമായ നിയമപ്രാതിനിധ്യം, കോടതിയിലെ പിഴവുകൾ, പക്ഷപാതപരമായി ശിക്ഷ വിധിക്കൽ തുടങ്ങിയ ആശങ്കകൾ പരിഹരിക്കുന്നതിന് നടപടിക്രമങ്ങൾ പരിഷ്കരിക്കണമെന്ന് റിപ്പോർട്ടിൽ ഊന്നി പറയുന്നുണ്ട്. 2023 നടപ്പാക്കിയ ഭാരതീയ ന്യായ സംഹിത ചില ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നിലനിർത്തുന്നുണ്ടെങ്കിലും കൂടുതൽ അനുകമ്പാപൂർവവും നീതിയുക്തവുമായ ഒരു ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. എന്തു തന്നെയായാലും സമയബന്ധിതമായ നീതിക്കായി നിയമ സംവിധാനങ്ങളുടെ സമഗ്രമായ പരിഷ്കാരം വളരെ പ്രധാനമാണ്. ഹീനവും അപൂർവങ്ങളിൽ അപൂർവങ്ങളുമായ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകിയേ തീരൂ എന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ മറ്റൊരു വിഭാഗം വധശിക്ഷ നിർത്തലാക്കണമെന്ന് പറയുന്നു. മനുഷ്യാവകാശ പ്രശ്നങ്ങളും
നിയമ സംവിധാനത്തിൽ വരാവുന്ന പാളിച്ചകളും ചൂണ്ടിക്കാണിക്കുന്നു. പരോളില്ലാത്ത ജീവപര്യന്തം കഠിന തടവ് പോലെ അനുകമ്പാപൂർവവും എന്നാൽ നീതിയുക്തവുമായ ബദലുകൾ പരീക്ഷിക്കാവുന്നതാണ് എന്നാണ് എൻ്റെ പക്ഷം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.